ഹലോ, നമ്മൾ വലിയ രീതിയിൽ പെട്ടാണ് ക്വാർട്ടറിന്റെ വെളിയിലിരിക്കുന്നത്. ക്വാർട്ടറിന്റെ താക്കോല് കളഞ്ഞു. ഒരു ഹിന്ദിക്കാരെ ബയ്യയും നമുക്ക് മാത്രമേ അറിയാം. ആ പൂട്ട് പൊട്ടിക്കാൻ പെട്ട പാട്. പൂട്ട് നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ. ഞാൻ ആ പൂട്ടിന്റെ കമ്പനി അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടാ. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് നല്ല രീതിയിൽ വിശന്ന് കുടല് കരിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ പോയി. നല്ല ടേസ്റ്റ് ആയിരുന്നു ചട്ടിച്ചോറ്. എനിക്ക് ഇപ്പൊ തന്നെ കൊതി വരുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ കുടിനീര് ഇറക്കുന്നുണ്ട്. നെത്തോലി ഫ്രൈ ഉണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ സൗണ്ട് കുറച്ചധികം അടഞ്ഞിരിക്കുകയാണ്, കരിയാക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശ്വാസം എടുക്കുന്നത്. പിന്നെ ലൈം ജ്യൂസ് കുടിച്ച് ഉച്ചത്തെ ഊണ് കുശാലായി. അതിനുശേഷം നൈറ്റ് നമ്മൾ പിസ്സ കഴിക്കാൻ പോയി. പിസ്സ മാത്രമല്ല കഴിച്ചേ, കുറേ സാധനങ്ങൾ കഴിച്ചു. മോജോ പിസ്സ, ഇത് ഞാൻ ഡൽഹിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. പിന്നെ ഈ പിസ്സയുടെ നടുക്ക് എന്താ സാധനമൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ കൈ ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കാണ്, എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഈ പിസ്സയുടെ കൂടെ സാധാരണ നമുക്ക് ലാവ കേക്ക് കിട്ടും. ബട്ട് കിട്ടാത്തതിന്റെ വിഷമം ചെറുതായിട്ടൊക്കെ എനിക്കുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് സ്പോട്ടായ ഹൽദിറാമിൽ പോയി. ഇതെല്ലാം എൻ്റെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കണേ. എന്തായാലും ചേട്ടനും കൂടെ കൊടുക്കേണ്ടി വരും, പോട്ടെ. അതിനുശേഷം പാനിപ്പൂരിയാണ് ഫസ്റ്റ് കഴിച്ചത്. സാധാരണ പാനിപ്പൂരി ഓക്കെ, എപ്പോഴും ഹൽദിറാമിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ചോലെ ഭട്ടൂരിലോട്ടാണ് ഞാൻ കടന്നത്. ആ നോട്ടം കണ്ടോ, ചേട്ട സാധനമാണത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നോട്ടം നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ചോലെ ഭട്ടൂരയിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഡ്രസ്സിന് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരായിരുന്നു, കഴിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. നോക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ട, ചോലെ കഴിച്ചിട്ടുള്ള അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒന്നും കൂടെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് കുറച്ചധികം ബൈറ്റ് ഞാൻ എടുത്തായിരുന്നു. ലാസ്റ്റ് രാജ്മ ചാവൽ കഴിച്ച് അന്നത്തെ കാര്യം തീർന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.